ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള അംഗീകാരം നൽകി. രണ്ടാമത്തെ കാര്യം, നിയമസഭയിലെ ചീഫ് വിപ്പായി CA അബു ജോൺ ജോസഫിനെ നിയമിക്കാനുള്ള തീരുമാനമായി. അതുപോലെ നേരത്തെ AGയുടെയും ഒരു അഡീഷണൽ AGയുടെയും കാര്യത്തിൽ തീരുമാനമുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് KC വിൻസെൻറ്റിനെ ഹൈക്കോടതിയിലെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കാൻ യോഗം തീരുമാനമെടുത്തു. അഡ്വക്കേറ്റ് KC വിൻസെൻറ്റ്, നമുക്കറിയാം, വയോജന വകുപ്പിൻ്റെ രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള തീരുമാനം നേരത്തെ മന്ത്രിസഭാ യോഗം എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേതെല്ലാം സബ്ജക്റ്റാണ്, ഏതെല്ലാം വിഷയങ്ങളാണ് പുതിയ വകുപ്പിൻ്റെ കീഴിൽ വരേണ്ടത് എന്നുള്ള തീരുമാനമെടുത്തു. അത് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിൽ നിന്നാണ് പുതിയ കാര്യങ്ങൾ, പുതിയ വിഷയങ്ങൾ ഈ വകുപ്പിലേക്ക് എടുത്തിരിക്കുന്നത്. അതുപോലെ നേരത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി നിയമിച്ചിരുന്ന T അസഫ് അലിക്ക് ലോകായുക്തയുടെ സ്പെഷ്യൽ അറ്റോർണിയായും കേരള സ്റ്റേറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായും അദ്ദേഹത്തെ നിയമിച്ചിട്ടുണ്ട്. ഈ രണ്ട് അഡീഷണൽ ഇതുകൂടിയുണ്ട്. സാധാരണ DGP ആണ് ആ ചുമതല വഹിക്കുന്നത്. പിന്നെ നമ്മൾ മൺസൂൺ വരികയാണ്. മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പണമൊക്കെ ജില്ലകളിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ബന്ധപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ജില്ലാ കളക്ടർമാരുടെ യോഗം ബുധനാഴ്ച രാവിലെ ഓൺലൈനായി 10 മണിക്ക് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം അനൗദ്യോഗികമായി ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഈ തീരുമാനങ്ങളാണ് നടക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടൊരു അവധി ദിവസങ്ങളായതുകൊണ്ടാണ് വളരെ മുൻപ് ക്യാബിനറ്റ് കൂടി ഗവർണർക്കുള്ള പ്രസംഗത്തിൻ്റെ അംഗീകാരം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്യാബിനറ്റായിട്ടാണ് ഇന്ന് ചേർന്നത്. അത് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ ആണ് നമുക്കതിനെ സംബന്ധിച്ച് അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ഞങ്ങൾ ധനകാര്യ വകുപ്പ് സൂക്ഷ്മമായി നിരീക്ഷണം നടത്തുന്നുണ്ട്. നികുതി വരുമാനം എത്രയാണ് ഉണ്ടാകുന്നത്, സാധാരണക്കാരന് എത്ര രൂപയാണ് അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്ന് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ കൂട്ടലിലും. പക്ഷേ ഇത് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കൃത്യമായ അതിനൊരു തീരുമാനം, അവസാന തീരുമാനം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കും തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളും തീരുമാനം എല്ലാ ദിവസവും ഇതുപോലെ ഓരോ ദിവസവും ചെയ്യുന്നത് കൊണ്ട് ചെയ്യേണ്ടി വരും. അത് ഞങ്ങളുടെ പരിശോധനയിലാണ് തീർച്ചയായിട്ടും. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ആ വിവാദത്തിൻ്റെ അടിസ്ഥാനം? അദ്ദേഹം സംസ്ഥാന സർവീസിലുള്ള ആളാണ്, അല്ലേ? ഓൾ ഇന്ത്യ സർവീസിലുള്ള സംസ്ഥാനത്തെ ഒരു ഉദ്യോഗസ്ഥനാണ്. എങ്ങനെയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത്? ഗവൺമെൻറ് കൊടുക്കുന്ന പാനൽ, സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന പാനലിൽ നിന്നും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അദ്ദേഹത്തെ നിയമിക്കും. എന്തിനാണ്? ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട്. ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ജോലി തീർന്നു. സാധാരണ എന്താ ചെയ്യുന്നത്? അതിനുശേഷം പിന്നെ അതോടുകൂടി ഔദ്യോഗിക ജീവിതം അവസാനിപ്പിക്കുകയാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഔദ്യോഗിക ജീവിതം പിറ്റേ ദിവസം റിട്ടയർ ചെയ്യുവാണ്. ഇത് എന്താണ് ഇവിടെ നടക്കുന്ന ചർച്ച? ശ്രീമതി നളിനി നെറ്റോ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്നു. അതിനുശേഷം എവിടേക്കാണ് പോയത്? ഹോമിലേക്ക് പോയി, അല്ലേ? പിന്നെ ചീഫ് സെക്രട്ടറി ആയി, പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്നു. ഇതിന് മുമ്പിരുന്ന എല്ലാവരും അവരുടെ ഔദ്യോഗിക കാര്യം കഴിഞ്ഞു. ഇതിപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അറിയിച്ചിട്ടുണ്ട് വേറൊരു ജോലിയിലേക്ക് ജോയിൻ ചെയ്യുകയാണെന്ന്. ബംഗാളുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. ബംഗാളിലെ വിഷയം എന്താ? ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPM-ഉം ഗുരുതരമായ ആരോപണമാണ് അവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർക്കെതിരായിട്ട് ഉന്നയിച്ചത്. എന്താ ഗുരുതരമായ ആരോപണം? വ്യാപകമായ തോതിൽ SIR-ൽ നിന്ന് വോട്ടുകൾ നീക്കം ചെയ്തു എന്നാണ് ആരോപണം. ഗുരുതരമായ ആരോപണം, രാഷ്ട്രീയ ആരോപണമായിരുന്നു. അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് ഇവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ കുറിച്ച് ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? ഇപ്പോൾ പറയുന്ന BJPക്ക് ഉണ്ടായിരുന്നോ? CPM-നുണ്ടായിരുന്നോ? അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്തത് ഗവൺമെൻറ്റാണ്, അന്നത്തെ ഗവൺമെൻറ്റാണ്. CPM നേതൃത്വം കൊടുത്ത ഗവൺമെൻറ്റാണ് അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്തത്.
അതിലെന്താ അവിടുത്തെ ഇവിടെ ആകെ കംപ്ലൈൻറ്റ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്നാണ്. ചില പരാതികൾ അദ്ദേഹത്തിന്, അത് വ്യക്തിപരമായ പരാതിയല്ല, ഇലക്ഷൻ്റെ കാര്യത്തിലുള്ള ചില പരാതികൾ, അത് അദ്ദേഹം പൊളിറ്റിക്കൽ പാർട്ടികളുടെ എല്ലാം മീറ്റിംഗ് കൂടി അതെല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴേക്കാൾ ഏറ്റവും കൂടുതൽ കത്ത് കൊടുത്തിരിക്കുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഞാനായിരുന്നു അന്ന് കൊടുത്തിരുന്നത്. വല്ലാതെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും അദ്ദേഹത്തിനെതിരായിട്ട് അദ്ദേഹം ഇലക്ഷൻ മാനിപ്പുലേറ്റ് ചെയ്തെന്നോ, അദ്ദേഹമാണ് ഞങ്ങളെ ജയിപ്പിച്ചത്, UDFന് 102 സീറ്റ് മേടിച്ച് തന്നത് ഈ രത്തൻ കേൾക്കറാണ്. എന്തൊരു തമാശയാണ് കേരളത്തിൽ നടക്കുന്നത്, എന്തൊരു തമാശയാണ്. പിണറായി ഗവൺമെൻറ് പാനൽ കൊടുത്ത അതിൽ നിന്നാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഇദ്ദേഹത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറാക്കിയത്. പിണറായി ഗവൺമെൻറ് അദ്ദേഹത്തെ പാനലിൽ പെടുത്തിയത് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ച് UDFന് 102 സീറ്റ് മേടിച്ചു കൊടുക്കാനാണ്. ഇതിനേക്കാൾ വലിയ തമാശയുണ്ട് ഇതൊക്കെ ചർച്ച ചെയ്യുന്നതിന്. എനിക്ക് എല്ലാവരോടുള്ള അഭ്യർത്ഥന, കുറച്ചുകൂടി കൺസ്ട്രക്റ്റീവായിട്ടുള്ള, ക്രിയേറ്റീവായിട്ടുള്ള, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യേ. ഞങ്ങളെ വിമർശിച്ചോ, ഇത് എനിക്കിപ്പോഴും നിങ്ങൾ ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുക എന്നോട്, സംശയം, നിങ്ങളുടെ ഒരു സംശയം ചോദിക്കും ഈ വിഷയത്തിൽ, എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്, എന്താണെന്ന് ചോദിക്കും. ആരുടെ പരാതി ഉണ്ടായിരുന്നു? ആരുടെ പരാതി? ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ പരാതി. ഇവിടെ SIRനെ കുറിച്ചൊരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷം നമ്മളല്ലേ, BJP പ്രതിപക്ഷത്തിരുന്നിരുന്നതാണ്. അവരാരെങ്കിലും ഈ ചീഫ് ഇലക്ടറൽ ഓഫീസറെ കുറിച്ചോ അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടോ? ഭരണകക്ഷി നിയമിച്ചാണ്, അന്നത്തെ ഭരണകക്ഷി പിണറായി സർക്കാരിൻ്റെ പ്രപ്പോസലാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ വെച്ചിട്ട് അദ്ദേഹത്തെ അംഗീകരിച്ച്. CPM അദ്ദേഹത്തെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടോ? പ്രതിപക്ഷമായ ഞങ്ങളല്ലേ പറയേണ്ടത്. ഞാനാണ് ഏറ്റവും കൂടുതൽ കത്തുകൾ അദ്ദേഹത്തെ അയച്ചത്. അതെല്ലാം അല്ലല്ല, വെയിറ്റ്, ഇത് പറ ഇതല്ലേ ചോദ്യം. അപ്പോൾ അതുകൊണ്ട് ഈ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഒരിടത്ത് അതേ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഓഫീസറാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഓഫീസിൽ വെച്ചത്. അദ്ദേഹം നല്ല ട്രാക്ക് റെക്കോർഡുള്ള വിവിധ വകുപ്പുകൾ, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രിയുടെ കീഴിൽ അല്ലേ, സെക്രട്ടറി IT ആയിട്ടുണ്ട്, സെക്രട്ടറി എൻവയോൺമെൻറ്റ് ആയിട്ടുണ്ട്, സെക്രട്ടറി പ്ലാനിങ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് ആയിട്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സെക്രട്ടറി ടാക്സസ് ആയിട്ടും GST കമ്മീഷണറായിട്ടും അന്നത്തെ ധനകാര്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് കൂടി വേണ്ടേ? ഞാൻ ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുമല്ലേ. ടാക്സസ് കമ്മീഷണറും സെക്രട്ടറി ടാക്സസും ആയിരുന്നു അദ്ദേഹം. എന്തായി പറയുന്നത്? വേറെ ഇങ്ങനത്തെ തമാശകൾ ഞാൻ ഇതിന് ഈ അടുത്ത ജയിച്ചതിന് ശേഷം ആദ്യം കേൾക്കുന്ന തമാശയാണിത്. ഭയങ്കര തമാശയാണ്, ഭയങ്കര ചർച്ച. എന്താണെന്നൊരു പിടിയിട്ടുണ്ട് ഇത്. അത് ഞാൻ ഇന്ന് നിങ്ങളോട് പറയണതിൽ എന്തോ ഒരു അനൗചിത്യമായിരിക്കും. ആ പ്രധാനമന്ത്രിയെ കാണാൻ പോണ കാര്യം ഞാൻ നിങ്ങളോട് ഇവിടെ പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചോദ്യം കേട്ടാ. ആ ഇറ്റ്സ് എ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് നമ്മൾ തന്നെ ആരോപണവും ആക്ഷേപവും ഉന്നയിച്ചിട്ടുള്ള പ്രശ്നമാണ്. ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്, നമ്മുടെ പാരിസ്ഥിതികമായിട്ട് ഒരുപാട് ആഘാതം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ തുടർന്ന് അന്നത്തെ ഗവൺമെൻറ് സ്വീകരിച്ച നടപടികൾ മുഴുവൻ ഉറപ്പായി പരിശോധിച്ച് വേണ്ടി വന്നാൽ അഡ്മിറാൽറ്റി സൂട്ട് അമെൻഡ് ചെയ്ത് ഇപ്പോൾ ഫയൽ ചെയ്തേക്കുന്ന അഡ്മിറാൽറ്റി സൂട്ട് അത് തന്നെ അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ കൂടെ സമ്മർദ്ദം കൊണ്ടാണ് ഈ അഡ്മിറാൽറ്റി സൂട്ട് തന്നെ ഫയൽ ചെയ്ത്, മടിയായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതൊന്നുകൂടി ഗൗരവമായി പരിശോധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പാരിസ്ഥിതിക ദുരന്തങ്ങൾ കൂടി അതിൻ്റെ അകത്ത് ആ സൂട്ട് പരിശോധിച്ച സൂട്ടിലില്ലെങ്കിൽ ആ സൂട്ട് അനുമതിയോടുകൂടി, കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റിയുടെ അനുമതിയോടുകൂടി അതുകൂടി അമെൻഡ് ചെയ്ത് വളരെ ഗൗരവത്തോടുകൂടി ആ വിഷയം കൈകാര്യം ചെയ്യും. ഇതെല്ലാം ഭരണപരമായ തീരുമാനങ്ങളാണ്. ഇതിൻ്റെ അകത്ത് ആദ്യം എടുത്തിരിക്കുന്നത്
കളക്ടർമാരുടെ ഡ്യൂ വന്നു. അപ്പോൾ ഓഫീസെല്ലാം റെഡിയാവുന്നേ ഉള്ളൂ. അപ്പോൾ ആ കളക്ടർമാരെ നിയമിക്കാൻ പറഞ്ഞു. സീനിയോറിറ്റി അനുസരിച്ചിട്ടാണ് നിയമിക്കാൻ പറഞ്ഞത്. ബാക്കിയുള്ള സ്ഥലത്ത് ഈ കളക്ടർ സ്ഥാനത്ത് മാറുന്ന ആളുകൾക്ക് പല സ്ഥലങ്ങളും കൊടുത്തു. ഉദ്യോഗസ്ഥന്മാരുടെ ഡിപ്ലോയ്മെൻ്റ് ആയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വകുപ്പുകൾ വെച്ച് അതിനെ റാഷണലൈസ് ചെയ്യണം. ഓരോ മന്ത്രിമാർക്കും ഇപ്പോൾ 3-4 സെക്രട്ടറിമാരുണ്ട്. എൻ്റെ വകുപ്പുകൾ തന്നെ ഏകദേശം 8-9 സെക്രട്ടറിമാരുണ്ട്. അങ്ങനെ ഭരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഈ വകുപ്പുകൾ റാഷണലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. വകുപ്പുകൾ റാഷണലൈസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഓരോ വകുപ്പ് എടുത്ത് ഓരോ മന്ത്രിമാരുടെയും വകുപ്പ് എടുത്തു കഴിഞ്ഞാൽ അറിയാം അവിടെ ചിലപ്പോൾ 3-4 സെക്രട്ടറിമാരാണ്. ഒന്ന് ഉദ്യോഗസ്ഥന്മാരുടെ ക്ഷാമമുണ്ട് കേരളത്തിൽ IASകാരുടെ ക്ഷാമമുണ്ട്. അതുകൊണ്ട് അത് സൂക്ഷ്മമായി പരിശോധിച്ച് മന്ത്രിമാരെയും കൂടി അഭിപ്രായങ്ങൾ അതാത് വകുപ്പുകളുടെ കൂടി അഭിപ്രായങ്ങൾ കൂടെ പരിഗണിച്ചിട്ടുള്ളൊരു ഡിപ്ലോയ്മെൻ്റാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ആ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു നടപടിക്രമമാണ് ചെയ്തിരിക്കുന്നത്. അതിൽ മന്ത്രിസഭയിൽ വെക്കേണ്ട കാര്യങ്ങൾ മന്ത്രിസഭയിൽ വെക്കും, അല്ലാതെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ ജനറൽ അഡ്മിനിസ്ട്രേഷൻ തീരുമാനിക്കും. പിന്നെ ഈ ചോദ്യം ചോദിച്ചല്ലോ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത്തരം തീരുമാനങ്ങൾ എവിടെ എടുത്തിരുന്നത്? മന്ത്രിസഭയിൽ വെച്ചിട്ടാണ് എടുത്തിരുന്നത്. അല്ല അതൊന്നുമല്ല. എവിടെയാണ് തീരുമാനം എടുത്തിരുന്നത് കഴിഞ്ഞ 10 വർഷം? അല്ല 10 വർഷം എവിടെ തീരുമാനം എടുത്തിരുന്നത്? അല്ലല്ല, അതിനൊരു പ്രൊസീജിയർ ഉണ്ടെന്നേ. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അത് തീരുമാനം എടുക്കേണ്ട സ്ഥലം അതാണ്. ആ സ്ഥലത്ത് തന്നെയാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. അത് നിങ്ങളുണ്ടാക്കുന്ന വിവാദങ്ങളല്ല, ഒന്നുമില്ല. തീർച്ചയായിട്ടും അത് നല്ല ചോദ്യം. അതിൻ്റെ അകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം അവിടെ ഒരു സമരം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി ആ സമരം കണ്ടിട്ട്. മുൻ മന്ത്രിസഭയിലെ 2 അംഗങ്ങൾ അവിടെ പോയി സമരം ഇരുന്നു. ഈ സംഭവം നടക്കുന്നത് ഞങ്ങൾ സത്യപ്രതിജ്ഞേൻ്റെ അടുത്ത ദിവസമല്ലേ അല്ലേ? അത് 15ാമത്തെ പോക്കാണ് അവർ റിക്കവറി നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത്, ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ജപ്തിയല്ല, അവരെ അവിടുന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി, എവിക്ഷന് വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ് ഇരുന്ന സമയത്ത് 14 പ്രാവശ്യം കോടതി ഉത്തരവനുസരിച്ചിട്ട് ഇവരെ ഒഴിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. 14 പ്രാവശ്യം. ആ ഗവൺമെൻറ് ഒരു ചെറുവിരൽ ഈ വിഷയം തീർക്കാൻ വേണ്ടി എടുത്തിട്ടില്ല. ചെറുവിരൽ അനക്കിയിട്ടില്ല. ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അതൊരു പ്രൈവറ്റ് കേസാണെന്നുള്ളതാണ്. പ്രൈവറ്റ് കേസാണ്. സ്വകാര്യ വ്യക്തി അവർക്കെതിരായിട്ട് അവരുടെ സ്ഥലം കയ്യേറിയെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന കേസാണ്. 14 പ്രാവശ്യവും ഇത് അന്വേഷിക്കാത്ത ആളുകൾ ഞങ്ങളുടെ ഗവൺമെൻറ് വന്ന് പിറ്റേ ദിവസം 15ാമത്തെ പ്രാവശ്യം സുപ്രീം കോടതിയും കൂടി ചെയ്തേക്കുന്ന ഉത്തരവാണ്. പോയപ്പോൾ ഇപ്പോൾ ഭയങ്കര സമരം. ഞങ്ങൾ ആ ഗവൺമെൻറ് ചെയ്ത പോലെ 14 പ്രാവശ്യവും നിരുത്തരവാദിത്തപരമായ നിലപാടെടുത്ത കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ നിലപാടല്ല ഞങ്ങളെന്താ ചെയ്തത്? അടിയന്തരമായി എറണാകുളം ജില്ലയിൽ നിന്നുള്ള മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോണിനെ കൊണ്ട് മീറ്റിംഗ് വിളിപ്പിച്ചു. ഞങ്ങൾ പരിശോധിച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഞങ്ങളുടെ തീരുമാനം എന്താണെന്നറിയോ? കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ ആ 8 കുടുംബങ്ങൾ വഴിയാധാരമാകില്ല. അതാണ് തീരുമാനം. അതിലവരോട് ഞങ്ങളൊരു പ്രപ്പോസൽ വെച്ചു. അവർക്ക് കോടതി ഉത്തരവല്ലേ, നടപ്പാക്കിയാൽ നിങ്ങൾക്ക് പകരം സ്ഥലവും പകരം വീടും തന്ന് അവരെ ഞങ്ങൾ പുനരധിവസിപ്പിക്കും. അവരെ തെരുവിലേക്ക് വിടില്ല. ഇങ്ങനൊരു തീരുമാനം കഴിഞ്ഞ ഗവൺമെൻറ് എടുത്തിട്ടുണ്ടോ? 14 പ്രാവശ്യം വന്നിട്ടും ഒറ്റ പ്രാവശ്യമാണ് ഞങ്ങളുടെ ഗവൺമെൻറ്റുള്ളപ്പോൾ ഈ സംഭവം വന്നത്. ഞങ്ങൾ ആരൊക്കെയായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നറിയോ? ഇതിൻ്റെ അകത്ത് ഈ വിക്ടിംസ് ആയിട്ടുള്ള ആളുകൾ, ഇരകളായിട്ടുള്ള ആളുകൾ, അവർക്കെതിരായിട്ട് കേസ് കൊടുത്തിട്ടുള്ള വ്യക്തിയായിട്ട് ഞങ്ങൾ സംസാരിച്ചു ഒരു സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട്. ഈ ചുരുങ്ങിയ 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഈ ഗവൺമെൻറ് ചെയ്തതാണ്. 2 കൂട്ടരുമായിട്ട് സംസാരിച്ചു. AGയോട് അതിൻ്റെ നിയമപരമായ പൊസിഷൻ പരിശോധിക്കാൻ പറഞ്ഞു. ഏതെങ്കിലും തരത്തിൽ ഗവൺമെൻറ്റിനെ ഇടപെടാൻ പറ്റുമോ എന്ന് പരിശോധിക്കുകയാണ്. കുറച്ച് സമയം കൂടി ലഭ്യമാകുമോ എന്ന് പരിശോധിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു ഗവൺമെൻറ് ഒരു വിഷയം വന്നപ്പോൾ റെസ്പോണ്ട് ചെയ്തത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവിടെ പോയി മന്ത്രിമാർ, പഴയ ഗവൺമെൻറ്റിലെ മന്ത്രിമാർ അവിടെ ഇരിക്കുക. ആ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായിരുന്നു, വ്യവസായ മന്ത്രി. അദ്ദേഹമാണ് ആദ്യം അവിടെ പോയത്. ഈ 14 പ്രാവശ്യം അവരെ കുടിയൊഴിപ്പിക്കാൻ പോയപ്പോൾ എന്ത് ചെയ്തു ഇവരെല്ലാം? ഞാൻ അധികം രാഷ്ട്രീയമൊന്നും പറയേണ്ടെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ അല്ല, ഇതൊന്നും നിങ്ങളാരും പറയുന്നില്ല. ഈ ഗുരുവായൂർ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല.
ഇത് തെറ്റായ വാർത്തയാണ്. ആദ്യമായിട്ടല്ലല്ലോ ഒരു മുഖ്യമന്ത്രി ഗുരുവായൂർ ദർശനത്തിന് പോകുന്നത്, ആണോ? ഇനി കേട്ടോ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ കൂടെ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് അവിടുത്തെ ഒരാളായിരുന്നു, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു ഒരാൾ. എൻ്റെ കൂടെ ഒരു ഗൺമാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന സാധാരണ ഞാൻ ഗുരുവായൂരിൽ ദർശനം നടത്താൻ പോകുമ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ 4 പേര്. ഇനി ഞായറാഴ്ച അവിടെ VIP ദർശനം ഇല്ല, ടിക്കറ്റ് എടുത്തിട്ട് കയറണം. 1000 രൂപയുടെ ടിക്കറ്റ്. ഞാൻ 1000 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് ദർശനം നടത്തിയത്, കേട്ടോളാം. അവിടെ ചെല്ലുമ്പോൾ ശിവേലി നടക്കുകയാണ്. ശിവേലി നടക്കുമ്പോൾ നമ്മളതിൻ്റെ മുമ്പിൽ നിന്നു. അത് കയറിക്കഴിഞ്ഞപ്പോൾ നമ്മളതിൻ്റെ മുമ്പിൽ പോയി തൊഴുതു. ഞാൻ ഉപദൈവങ്ങളെ ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ മുമ്പിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒരു സെക്യൂരിറ്റി ഗാർഡ് വന്നു സ്റ്റോപ്പ് ചെയ്തെല്ലാവരും. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, ഞാൻ തൊഴുന്നത് ഒരാൾക്ക് വേറൊരു തൊഴാൻ വന്ന ആൾക്ക് തടസ്സമാവില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ സൈഡിൽ നിന്ന് തൊഴുകയും ആളുകൾ അതിൻ്റെ മുമ്പിലൂടെ തൊഴുത് നീങ്ങുകയും ചെയ്തു. ഇതാണ് സ്ഥിതി. ഇത് കള്ളക്കഥയാണ്, കള്ളക്കഥയാണ്. ഇതൊക്കെ എഡാക്കോട് തമാശ. അവിടെ എല്ലാ ആളുകൾ വന്ന് എന്നോട് പറഞ്ഞു, സാറേ എപ്പോഴും ഇങ്ങനെയായിരിക്കണം, ഇതാണ് ഭംഗി. ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു. ഞങ്ങളുടെ തൊട്ടടുത്ത് വന്നിരുന്ന് ഒരു അകൽച്ചയില്ലാതെ വന്ന് ചെയ്തു വന്ന് ഒരാൾക്ക് തടസ്സം അവിടെ ഉണ്ടായിട്ടില്ല, ഒരാൾക്ക്. ടിക്കറ്റ് എടുത്തിട്ടാണ് കയറിയത്. എനിക്കറിയാലോ ഇതൊക്കെ വിവാദമാവുമെന്ന്. ഞാൻ ഇനി അമ്പലത്തിൽ പോരുന്ന കൂടി പറയരുത് ദയവ് ചെയ്ത്. അത് SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ അതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ കമൻറ്റ് പറയണം. SIT അന്വേഷിച്ച് SITയുടെ റിപ്പോർട്ട് തരട്ടെ. ഇതൊക്കെ നിങ്ങൾ വന്ന വാർത്തയിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റും. SIT ഗവൺമെൻറ് മുമ്പാകെ റിപ്പോർട്ട് തരട്ടെ. റിപ്പോർട്ട് തരുമ്പോൾ അത് പരിശോധിക്കാം. അത് തീർച്ചയായിട്ടും പരിശോധിച്ചുകൊണ്ടിരിക്കാം. നടപടി അതിൻ്റെ അകത്ത് ഇപ്പം എന്താ സംഭവം നടന്നത്? ഇപ്പോൾ ഒരു സംഭവം നടന്ന് നിങ്ങൾ ശ്രദ്ധിച്ച, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു തീരുമാനമെടുത്ത് പോണ പോക്കിൽ മുനമ്പം ഞാനൊരു വാചകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ 2 മതവിഭാഗങ്ങളെ ശത്രുക്കളാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണ് അവിടെ നടന്നത്. അതിന് അന്നത്തെ സർക്കാർ കൂട്ടുനിന്നു എന്ന് പറഞ്ഞില്ലേ. ഇവരെല്ലാവരും അവിടെ ചെന്ന് പറഞ്ഞെന്താ, ഞങ്ങൾ നിങ്ങളെ കുടിയൊഴിപ്പിക്കില്ല അല്ലേ. ഇപ്പോൾ പോണ പോക്കിൽ വഖഫ് ബോർഡ് ചെയ്തതെന്താ? ഏത് വഖഫ് ബോർഡാണ്? ഞങ്ങൾ വെച്ചിട്ടില്ലല്ലോ വഖഫ് ബോർഡ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള വഖഫ് ബോർഡ് പോണ പോക്കിൽ ഇത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ട് പോയി. ഇനി സാധാരണ വഖഫ് ലാൻഡ് രജിസ്റ്റർ ചെയ്യുന്നത് അതിൻ്റെ മുത്തവല്ലിയാണ്. ഇവിടെ വഖഫ് ബോർഡ് തന്നെ അത് പോർട്ടലിലേക്ക് പെടുത്തിയിരിക്കുകയാണ്. മനസ്സിലാക്കിക്കൊള്ളണം എന്താ അവരുടെ ഉദ്ദേശം. ഇവർ 2 കൂട്ടരും ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവരാണ് എന്ന് ഒരു രാഷ്ട്രീയ ആരോപണം ഞാൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് അടിവരയിടുന്ന നടപടിയാണ് പോണ പോക്കി ചെയ്തത്. ശരിക്കും വഖഫ് ഭൂമിയാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്താൽ ഇവർ എൻക്രോച്ചേഴ്സാണ് അല്ലേ, ഇവർ കയ്യേറ്റക്കാരാ അല്ലേ. പിന്നെ അവരെ ഒഴിപ്പിക്കാൻ കോടതിക്കും പാടായിരിക്കും, ഗവൺമെൻറ്റിനും പാടായിരിക്കും. അപ്പോൾ വരാൻ പോകുന്ന ഗവൺമെൻറ്റിന് ഒരു 8ൻ്റെ പണി കൊടുത്തിട്ടാണ് ഇവരങ്ങ് പോയത്, വഖഫ് ബോർഡ് പോയത്. എന്താണ് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള ആ വഖഫ് ബോർഡ് പോണ പോക്കിൽ ഇപ്പം എന്താണ് തീരുമാനം? വരാൻ പോകുന്ന ഗവൺമെൻറ്റിന് അതിൻ്റെ തീരുമാനം എടുക്കാനുള്ള അനുമതി കൊടുക്കണ്ടേ? പക്ഷേ ഞങ്ങൾ അതിനെ നിയമപരമായി നേരിടും, നിയമപരമായി തീരുമാനമെടുക്കും. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്തത്. 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റാവുന്നൊരു കാര്യം ആ 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുപ്പിക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി രാഷ്ട്രീയമായി ചെയ്തതാണ്. ജനങ്ങളോട് അവർ പറയണം, മറുപടി പറയണം, എന്തിനാണത് പോർട്ടലിൽ പെടുത്തിയതെന്ന്. പക്ഷെ ഞങ്ങളതിനെ നിയമപരമായി അപ്പം തന്നെ അത് പരിശോധിച്ചിട്ടുണ്ട്. അതിനെ നിയമപരമായി നേരിടാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. ഒരു കാര്യം, അവിടെ നിന്ന് അവരെ കുടിയൊഴിപ്പിക്കുന്ന പ്രശ്നമില്ല. അവർക്ക് അവിടെ സംരക്ഷണം കൊടുക്കും. അവർക്ക് അവിടെ അവരുടെ സ്ഥലത്ത് നികുതി നൽകാനുള്ള സംവിധാനം നമ്മളുണ്ടാക്കും. അതിൻ്റെ നിയമപരമായ എല്ലാ തടസ്സങ്ങളും നമ്മൾ 10 മിനിറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം ഈ വഖഫ് ബോർഡ് ഉണ്ടാക്കിയ നിയമപരമായ പ്രശ്നങ്ങളാണ്. മനസ്സിലായ?
വഖഫ് ട്രൈബ്യൂണലിനെ കൊണ്ട് പോലും വഖഫ് ട്രൈബ്യൂണലിലെ തീരുമാനം പോലും വഖഫ് ബോർഡ് പോയി സ്റ്റേ ചെയ്യിപ്പിച്ചു. അറിയാലോ എന്തായിരുന്നു ആ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് ഇക്കാര്യത്തിൽ. ഇവരെ മതപരമായി ഭിന്നിപ്പുണ്ടാക്കാനുള്ള സംഘപരിവാറിൻ്റെ അതേ അജണ്ട അതിന് കൊട പിടിച്ചു കൊടുക്കുകയാണ് CPM നേതൃത്വം വഹിക്കുന്ന ഗവൺമെൻറ് ചെയ്തത്. ക്ലിയർ ആയല്ലോ ഇപ്പോൾ. അല്ലല്ല, അതെല്ലാം പരിശോധിക്കും. അതൊക്കെ ഭരണപരമായ കാര്യങ്ങളാണ്, പരിശോധിക്കും. അത് വന്നു കഴിഞ്ഞാൽ പ്രോസിക്യൂട്ടറെ നിയമിക്കും. എനിക്കറിയില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അന്വേഷണം. ഏതാണ്? ഇല്ല, കഴിഞ്ഞ തീരുമാനം എടുത്തിട്ടില്ല. നമ്മളിപ്പോൾ ഒരു പോളിസിയൊക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പോകണല്ലോ. നമ്മൾ ഭൂമി പ്രശ്നങ്ങളിൽ ഒക്കെയുള്ള നമ്മൾ തന്നെ നമ്മുടെ മാനിഫെസ്റ്റോയിൽ തന്നെ ലാൻഡ് റീഫോംസ് ആക്ട് എല്ലാം നമ്മൾ അമെൻഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. വലിയ മേജറായിട്ടുള്ള അമെൻമെൻറ്റ്സ് വരുവാണ്. ഭൂനിയമങ്ങളിൽ വലിയ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ, അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഇടുക്കിയിലൊക്കെ വലിയ ഗൗരവമേറിയ ഭൂപ്രശ്നങ്ങളാണുള്ളത്. അപ്പോൾ ഭൂനിയമങ്ങളിൽ ഞങ്ങൾ നന്നായി സ്റ്റഡി ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ആ ഭൂനിയമങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. നെല്ല് സംഭരണത്തിൻ്റെ ഇപ്പോൾ മിനിസ്റ്റേഴ്സിൻ്റെ യോഗം കൂടി അവരുടെ റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അത് പരിഗണിച്ച് എത്രയും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കും. തീർച്ചയായിട്ടും ഇത് എല്ലായിടത്തും നടക്കുന്നതാണല്ലോ. നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ നടപടി സ്വീകരിക്കും. അല്ലല്ല, അതൊക്കെ വരട്ടെ. ഇപ്പം എന്തായാലും മുഖ്യമന്ത്രിയുടെ അടുത്താണ്. ജൂൺ 15 തുടങ്ങും, അതിന് മുമ്പ് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞില്ലേ? ടെൻഷനായ എല്ലാത്തിനും ഇപ്പം ഇന്ന് ഉത്തരം പറഞ്ഞാൽ അതൊക്കെ പരിശോധിക്കാം. വരട്ടെ, എന്തെല്ലാം കാര്യമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ പരിശോധിക്കുക. ഒന്ന് ഇരുന്നല്ലേ ഉള്ളു, ഒന്ന് ചാരി പോലും ഇരുന്നിട്ടില്ല. അതിനു മുമ്പ് അതൊക്കെ ധനകാര്യ വകുപ്പ് വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. നികുതി വെട്ടിപ്പിനെയൊക്കെ കർശനമായി നേരിടും. നികുതി സർക്കാർ തരേണ്ട നികുതി ആരെങ്കിലും തരാതിരുന്ന ആരായാലും അതിനൊന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. കർശനമായ നടപടികൾ സ്വീകരിക്കും. Munambam, now the Waqf board, which was under the previous government, they have taken a decision to register that Munambam controversial land in the Waqf portal. That means the previous government was arguing that it was a Waqf land. But all the ministers in the last government, they went to Munambam and they offered the agitators, those who were agitating there, they offered them that you would not be evicted from that place. But unfortunately, the Sangha Parivar has been planning to make a divide between two religions. The previous government's action was indirect. Now it is very clear that they also acted very directly. They were also implementing the same Sangha Parivar agenda to make a split between two religions. We will legally fight. We have taken a decision that these victims will not be evicted from their places. They will be protected and they will get their land. We will fight for that till the end. That is our decision when we were in opposition. We are continuing with
that decision. We will protect. You had personally said that if we come to power, you come to power within 10 minutes, this issue could be resolved. Do you think that That is why they have now taken a decision. It should not be solved within 10 minutes. That is why they registered in the portal of Waqf lands. Our last government's, previous government's stand is very clear now. They are saying that this is Waqf land. If it is Waqf land, all these poor victims will be the encroachers. That is their position. We will solve it. You had stated that this is a political appointment. Do you have the power to disband this existing Waqf board? Definitely we will examine and we will do necessary actions. Okay? See, as far as Ratan Kelkar's appointment, there have been several allegations. Pardon? Ratan Kelkar's appointment, several allegations and criticisms by the Congress and BJP. What is the allegation? He was a chief electoral officer here. Now the election is completed. He has to come back to the state service. After the work of chief electoral officer, he should be retired. What you are saying? The retirement, voluntary retirement. After the job of chief electoral officer? No. He has to come back to the service. He came back to the service. He is a very good officer, very efficient officer. And I am looking after this finance also. He was the former expenditure secretary and GST commissioner. I need him. So I appointed him in my office. What is the irregularity? What is the violation of the rules of procedure? Nothing happened. In Bengal, the Congress, CPM and Trinamool Congress made allegation against the chief electoral officer that he manipulated the electoral roll, that he deleted huge number of voters from the electoral roll. There was no such allegation in Kerala against the chief electoral officer by BJP. No allegation. CPM, they have not made any allegation. Then why it is a controversy? Nothing. He has to come back to the All India service and the state cadre. He is working with us. He is the part of the government. All officers are part of the government. He has to work as a part of the office. He is the person behind our victory. See, the CPM is saying that we got 102 seats out of 140 seats. He is the person behind that. Then why Ratan Kelkar was proposed by the previous government? They submitted the panel to the chief election commissioner. His name was in the panel. That is why the election commissioner appointed him as the chief electoral officer. Then what is the irregularity? Nothing. No violation of rules of procedure, nothing. Now his job is completed. He has to come back. That is happening here. Okay.